വിശദമായി നോക്കാം. പറവൂരിൽ വി.ഡി. സതീശനെ വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി നടേശൻ. UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് ജയിച്ചെങ്കിൽ വി.ഡി. സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് തയ്യാറാണോ എന്നാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. UDFന് 100 സീറ്റ് കിട്ടിയാൽ താൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി വി.ഡി. സതീശൻ പറവൂരിൽ തോറ്റ കാര്യവും ഓർമ്മിപ്പിച്ചു. 100 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്ക മലന്ന് പറഞ്ഞാലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് 100, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുക, ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ കിട്ടിയില്ല എങ്കിൽ വി.ഡി. സതീശൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിൽ പോകാവോ? ഞാനാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ഈ സതീശ് തയ്യാറാണോ? ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടി ഏതാണ്ട് അദ്ദേഹമാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത്. 100 സീറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേടും എന്ന് പറഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രി ചമയാൻ തയ്യാറായി നിൽക്കുകയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ ഇത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോഴിതാ 100 സീറ്റ് കിട്ടി, അതായത് 100 സീറ്റ് കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം ഉറപ്പിച്ച ആത്മവിശ്വാസത്തിന് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെ, പ്രതിപക്ഷ നേതാവിനെ വലിയ തരത്തിൽ വെല്ലുവിളിക്കുന്നു. കോൺഗ്രസിന് 100 സീറ്റ് കിട്ടുകയാണെങ്കിൽ താൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എന്ന് തന്നെ പറയുകയാണ് SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ. വിമർശനം തുടരുകയാണ്. അപ്പോൾ പോലും ഏറെ ശ്രദ്ധേയം കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവിനുള്ള പ്രതികരണത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ SNDP യോഗത്തിൻ്റെതായിട്ട് നടക്കുന്ന പരിപാടികളിൽ അതിൽ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി പ്രസംഗിക്കുന്നത് പ്രധാനമായും തന്നെ ഏറ്റവും കൂടുതൽ സമയം നീക്കിവെക്കുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ 2 വേദികൾ ഉണ്ടായിരുന്നു. അവിടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ചെയ്തതും പറഞ്ഞതുമെല്ലാം കൃത്യമായും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കൃത്യമായും പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെയായിരുന്നു. ഇന്നും അത് തുടരുകയും ചെയ്തു. ഇപ്പോൾ പറവൂരിന്റെ പ്രത്യേകത, പറവൂര് വി.ഡി. സതീശന്റെ മണ്ഡലം കൂടിയാണ്. അവിടെയാണ് ഇന്ന് പരിപാടി നടത്തുകയും ഒരർത്ഥത്തിൽ വെല്ലുവിളിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി തന്നെയാണ് തുടരുന്നത്. വി.ഡി. സതീശന്റേത് അഹങ്കാരത്തിന്റെ സ്വരം തന്നെയാണ് ഉള്ളത്. അദ്ദേഹം 100 സീറ്റ് നേടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നപ്പോഴാണ് ഇപ്പോൾ ഈ അഹങ്കാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിലാണ് അദ്ദേഹം നടക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത്. എന്നാൽ 98 സീറ്റെങ്കിലും നേടാൻ കഴിഞ്ഞാൽ അത് 2 സീറ്റെങ്കിലും കുറയ്ക്കൂ. 98 സീറ്റെങ്കിലും നേടാൻ 98 സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ തന്റെ ഈ സ്ഥാനം, ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ താൻ തയ്യാറാണ്. കാരണം അത്ര കണ്ട് ആത്മവിശ്വാസത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഇത് UDF അധികാരത്തിലേക്ക് ഉണ്ടാവില്ല എന്ന രീതിയിലാണ് അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഈഴവർക്കുള്ള വോട്ടിംഗ് ശതമാനം അത് മറക്കരുത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്ന അതാണ് ഡാനി. കോൺഗ്രസ് അധികാരത്തിലെത്തില്ല, 100 സീറ്റ് ലഭിക്കില്ല എന്നൊക്കെ ഉറപ്പിച്ച് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം തുടരെ ആക്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ. അവിടെ ശ്രദ്ധേയമായ കാര്യം, ഇത്രമാത്രം നേരിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ട് പോലും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല കോൺഗ്രസ് നേതാക്കൾ എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അത്രമാത്രം ഭയക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ കോൺഗ്രസ്. തീർച്ചയായും അത് തന്നെയാണ് കാരണം. ഇന്നലെ KPCC പ്രസിഡന്റ് അടക്കമുള്ള പരിപാടി ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റിനോട് ഈ രീതിയിലുള്ള ഒരു വിമർശനം തുടരുന്ന കാര്യം സംബന്ധിച്ചെല്ലാം തന്നെ ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതി തന്നെയായിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. എന്താണ് പരാമർശം എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ തനിക്ക് അറിവില്ല എന്നതാണ് പറഞ്ഞത്. അത് രാവിലെ നടത്തിയ ഒരു പ്രസ്താവന, ഈ രീതിയിൽ പ്രതിപക്ഷ നേതാവിനെ തന്നെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടും KPCC പ്രസിഡന്റ് മണിക്കൂറുകൾക്ക് പുറവും പറഞ്ഞത് താനിത് ശ്രദ്ധിച്ചില്ല എന്ന രീതിയിൽ തന്നെ ഒരു ഒഴുക്കൻ മറുപടി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് മറ്റാരും തന്നെയും ഇതിന് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല.
പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ആക്രമണത്തിന് ഒരു പ്രതിരോധം തീർക്കാൻ ആരും തന്നെ ഒരു സംസാരവുമായി മുന്നോട്ട് വരുന്നില്ല. അത് പ്രതിപക്ഷ നേതാവ് തന്നെ മറുപടി പറയട്ടെ, വി ഡി സതീശൻ തന്നെ മറുപടി പറയട്ടെ എന്ന നിലപാടിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാവരുടെയും മൗനം തുടരുന്നത്. എന്തായാലും ഈ വാക്പോര് തുടരുന്ന ഘട്ടത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും വെള്ളാപ്പള്ളി നടേശൻ ജില്ലയിൽ ഒരു പരിപാടി കൂടി ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ രീതിയിൽ ഇപ്പോൾ നടക്കുന്ന SNDPയുടെ പൊതു പരിപാടികളെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവിനെ ഈ രീതിയിൽ തന്നെ ആക്രമിക്കുന്ന രീതിയിൽ തന്നെ ആ ശൈലി തുടർന്നു കൊണ്ടുപോകുന്ന പ്രസംഗ ശൈലിയിലേക്ക് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനം തുടരുന്നത്. തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വിമർശനം ഉന്നയിക്കുമ്പോഴും കാര്യമായി പ്രതിരോധിക്കാതെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രബല സമുദായ നേതാവിനെ പിണക്കാൻ പലർക്കും പേടിയാണെന്ന് മനസ്സിലാക്കാം. ഈ നിലപാടിന് കാരണം എന്താണെന്ന് വിലയിരുത്തലുണ്ട്. മാത്രമല്ല, പല നേതാക്കൾക്കും സതീശനോടുള്ള വിയോജിപ്പും തണുപ്പൻ മട്ടിന് പിന്നിലുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ സതീശൻ ശ്രമിച്ചുവെന്ന വികാരവും വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് പിന്നിലുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പരാമർശങ്ങളെ പാർട്ടി തലത്തിൽ ഔദ്യോഗികമായി അത് ഒരിക്കലും അംഗീകരിക്കാൻ പാർട്ടിക്കാവില്ല. അതുകൊണ്ട് പരസ്യമായി അത്തരമൊരു നിലപാട് സ്വീകരിക്കുക. പക്ഷേ രഹസ്യമായി കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് വെള്ളാപ്പള്ളി നടേശനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അവരുടെ കൂടി അറിവോടെയാണ് പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നടത്തുന്നതെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് തുടർച്ചയായി ഇത്തരം പ്രകോപനപരമായ പരാമർശങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായിട്ടും പാർട്ടി കേവലം ഒരു പ്രസ്താവനയിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി അത് തള്ളിപ്പറയുന്നു എന്നതൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലൊരു കടുപ്പിച്ചൊരു വാക്ക് പറയാൻ മടിക്കുന്നതിന് പിന്നിൽ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഒന്ന്, കേരളത്തിലെ പ്രബല സമുദായത്തിന്റെ നിർണായക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, അതിനപ്പുറത്ത് ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇതിനോടകം സ്വീകരിച്ച നിലപാടുകൾക്ക് അതിനുള്ള വിരോധമാണ് വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത്. അതിനെ മറ്റ് നേതാക്കൾ പ്രതിരോധിക്കേണ്ട കാര്യമില്ല എന്ന ഒരു നിലപാട് ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നതാണ് നിലവിൽ ഇങ്ങനെയൊരു പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കളിൽ തന്നെ വി ഡി സതീശനുമായി വളരെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവർ പോലും പരസ്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളവർ വി ഡി സതീശനെതിരെ വെള്ളാപ്പള്ളിയെ ആയുധമാക്കി മാറ്റുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്.